വെൽക്കം ബാക്ക് ഷെഫ് നിബു റെസിപ്പിയിലേക്ക്. ഇപ്പം ഞാൻ നിൽക്കുന്നത് മൂന്നാറാണ്. അപ്പം നിങ്ങൾക്ക് ഞാനിത് പറയണ്ട മൂന്നാറാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം എൻ്റെ ചുറ്റിനും ഫുൾ കോടയായിട്ട് നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അത്യാവശ്യം തണുപ്പുണ്ട്. അപ്പം മൂന്നാറിൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ആണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, മൂന്നാർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ അല്ല ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ആണ് മൂന്നാർ. അത്ര മനോഹരമാണ് കാണാൻ തന്നെ. കാണാൻ ഒത്തിരി സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ മൂന്നാറിനെ കുറിച്ച് പറയുന്ന പോലെ തന്നെ മൂന്നാർ നല്ല നല്ല ഫുഡുകളും കിട്ടുന്നൊരു സ്ഥലമാണ്. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന മൂന്നാറിൻ്റെ തന്നെ ഒരു സ്പെഷ്യാലിറ്റി ഐറ്റമായ മട്ടൻ വെച്ചുള്ള ഒരു ഐറ്റമാണ്. അത് നമ്മൾ ചെയ്യുന്നത് ഒരു ചായക്കടയ്ക്കകത്താണ്. അപ്പോൾ ഇത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഇതിൻ്റെ മസാല കൂട്ടുകളും ഇതിൻ്റെ കുക്കിംഗ് മെത്തേഡും ഒക്കെ ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മുടെ കുക്കിങ്ങിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മുടെ കുക്കിംഗ് നടക്കുന്നത് ഈ ചായക്കടയിലാണ്. അപ്പോൾ ഈ ചായക്കട എന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ചായക്കടയാണ്. കാരണം ചായക്കടക്കകത്ത് തന്നെ കാണാൻ തന്നെ ഒത്തിരി സാധനങ്ങളുണ്ട്. സമോറ്, പിന്നെ ഇങ്ങനെ ഉരി തൂക്കിയിട്ടിരിക്കുന്നു. പിന്നെ ഒരു പഴയ ഒരു ആംബിയൻസ് ഉള്ള ഒരു ചായക്കടയാണ്. നമുക്ക് ഈ ചായക്കട ആകെ കൂടെ ഒന്ന് കാണാം. ഈ ചായക്കട കണ്ടല്ലോ, ഈ ചായക്കടക്കകത്താണ് നമ്മൾ ഇന്നത്തെ മട്ടൻ ഉണ്ടാക്കുന്നത്. മട്ടൻ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ നാരായണേട്ടനുണ്ട് ഇവിടെ. പുള്ളിയുടെ ഒരു റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്നത്. നാരായണേട്ടൻ അങ്ങ് വാ. അപ്പോൾ ഇതാണ് നാരായണൻ ചേട്ടൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഒരു മട്ടൻ ഒരു ട്രൈബൽ സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത്. ഒരു റോസ്റ്റ് പോലെയാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനും ഭയങ്കര ഈസിയാണ്. അപ്പോൾ അതിൻ്റെ ഉണ്ടാക്കുന്ന മെത്തേഡിലേക്ക് നമുക്ക് ഇനി പോകാം. നാരായണൻ ചേട്ടൻ, നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് മട്ടനാണ്. അപ്പോൾ ഈ മട്ടന് എന്താണ് പ്രത്യേകതയുള്ളത്? നമ്മൾ ഈ ഉണ്ടാക്കുന്ന മട്ടന് സാധാരണ മട്ടൻ വളർത്തല്ല പെപ്പർ ഫ്രൈ ചെയ്തതിന് വ്യത്യാസമായിട്ട് ഇതിൻ്റെ പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മട്ടൻ വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഓൾറെഡി നമ്മൾ മുളകുപൊടി മഞ്ഞപ്പൊടി ഇട്ട് മട്ടൻ ഇവിടെ വേവിച്ച് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് നമ്മൾ അതിൻ്റെ മറ്റുള്ള ചേരുവകളെല്ലാം ചേർക്കും. മസാലപ്പൊടി, ഉപ്പ്, അതേമാതിരി വെങ്കായം, അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ അതിനകത്ത് ചേർത്ത് അത് ഓരോത്തിനകത്തിട്ട് ഒരത്തിയെടുക്കുകയാണ്. അതായത് നമ്മൾ ചെയ്യുന്ന പോലെയല്ല, ഓരോന്നായിട്ട് റോസ്റ്റ് ചെയ്യുന്നില്ല. ഇത് അതിന് പകരം ഇപ്പം മട്ടൻ ഓൾറെഡി ബോയിൽ ചെയ്ത് മസാല ഇട്ട് ബോയിൽ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കണം. അതിലേക്ക് മസാലാസും കൂടെ മിക്സ് ചെയ്ത് ഡയറക്റ്റ് ചട്ടിക്കകത്തിട്ട് വളർത്തിയെടുക്കുക. അതിന് വേണ്ടി ചട്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഈ ചട്ടിക്കകത്തിട്ടാണ് വളർത്തിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കുക്കിംഗ് മെത്തേഡ് ഒന്ന് കാണാം. ഇനി നമ്മൾ ഈ ചട്ടിയിലേക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണേ. അപ്പോൾ ഈ നാരായണൻ ചേട്ടന് ഇത് പറയാനൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാനാണ് ഇതിപ്പോൾ പറയുന്നത് ഇടുന്നത്. പുള്ളി പറയുന്ന പ്രകാരമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചട്ടി നല്ല ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നത്. ഈ ക്ലീൻ ആക്കിയ ചട്ടിയിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ സവോള ഇടുന്നു. അതിലേക്ക് തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു 2 നമ്പർ പച്ചമുളക്, ഒരു കുറച്ച് കറിവേപ്പില, കുറച്ച് തക്കാളിയും കൂടി ഇടും. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടിരിക്കുന്നത്, 1 സ്പൂൺ കുരുമുളക് പൊടി. ഇതിലേക്ക് നമ്മൾ മട്ടൻ ബോയിൽ ചെയ്ത് വെച്ചപ്പോൾ ഉള്ള സ്റ്റോക്ക് അതും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണേ. ഇനി ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിലും കൂടി ഇങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കും. ഇത് നല്ലോണം അങ്ങ് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക. ഇത് നല്ലോണം മസാലയൊക്കെ മിക്സായി. ഇനി ഇതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടനും കൂടെ ഇട്ട് കൊടുക്കും. ഇതിലേക്ക് തേങ്ങാക്കൊത്തും കൂടി ഇടുന്നേ. ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്യുക. ഉപ്പ് നോക്കി വേണം ഇടാൻ. കാരണം ഓൾറെഡി ബോയിൽ ചെയ്തപ്പോൾ അതിനകത്ത് ഉപ്പിട്ടായിരുന്നു. അതുകൊണ്ട് നോക്കി വേണം ഉപ്പിടാനേ. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഈ മസാല മൊത്തം ഈ മട്ടനെ ഒന്ന് പിടിപ്പിച്ചെടുക്കുക. ഇപ്പം മട്ടൻ നല്ലോണം മസാലയൊക്കെ മിക്സായി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിക്കാം. എന്നിട്ട് ഇതും കൂടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ മട്ടനൊക്കെ നല്ലോണം മസാലയൊക്കെ പിടിപ്പിച്ച് സെറ്റപ്പാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. അതായത് മട്ടൺ ഓൾറെഡി വെന്താണ്. ഇനി മസാല ഇട്ടൊന്ന് വളർത്തി റോസ്റ്റ് പോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ലാസ്റ്റ് കുറച്ച് മാവിലയും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അത് ഇട്ട് ഒന്ന് മിക്സ് ചെയ്യണം നമ്മൾ. ഇപ്പം നമ്മൾ
അടുപ്പിൽ വെച്ച് ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണേ. ഇപ്പം നമ്മുടെ മട്ടൻ നല്ല ഉലർത്തായിരിക്കുകയാണ്. നല്ല മണമൊക്കെയാണ് വരുന്നത്. ആ മാവലയും കൂടെ ഇട്ടപ്പോഴേക്ക് നല്ല ഫ്ലേവറാണ് വരുന്നത്. ഇനി ഇതിലേക്ക് നാരങ്ങയും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ നാരായണൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ മട്ടൻ സൂപ്പറായിട്ടിരിക്കുകയാണ് കേട്ടോ. നല്ല മണമാണ് വരുന്നത് കേട്ടോ. നല്ല മണം എന്ന് പറഞ്ഞാൽ നല്ല മണം. അതുപോലെ തന്നെ ആ മാവലയും ആ നാരങ്ങയും കൂടെ ഇട്ടപ്പോഴേക്ക് വേറൊരു സ്മെല്ല് തന്നെയാണ് വരുന്നത്. അതുപോലെ ഇത് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾ കണ്ടല്ലോ, ഇത് ഈ പറയുന്ന പോലെ വലിയ പണികളൊന്നുമില്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ്. നല്ല ടേസ്റ്റുമാണ്. നിങ്ങളെല്ലാം വീടുകളിൽ ട്രൈ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻ്റായിട്ട് തന്നെ പറയുക. അപ്പോൾ ഇത് നമുക്ക് പ്ലേറ്റിലേക്കൊന്ന് സെറ്റ് ചെയ്യാം. എൻ്റെ പൊന്നോ, ഇതിനെക്കുറിച്ച് എനിക്ക് പറയാൻ വാക്കുകളില്ല. കാരണം എൻ്റെ കയ്യിലിരിക്കുമ്പോൾ തന്നെ എനിക്ക് കൊതി വന്നിട്ട് ഒരു രക്ഷയില്ല. കാരണം അത്ര മണമാണ്, നല്ല സൂപ്പർ മണമാണ്. നല്ല മട്ടൻ്റെ നല്ല സൂപ്പർ ഫ്ലേവറാണ് വരുന്നത്. പിന്നെ ഇത് ഉണ്ടാക്കിയിരിക്കുന്ന മെത്തേഡ് തന്നെ ഭയങ്കര ഡിഫറെൻ്റാണ്. മാവലയും തേങ്ങാപ്പാലും മസാലയൊക്കെ ഇത് മിക്സ് ചെയ്ത് ചട്ടിക്കകത്ത് ഉണ്ടാക്കിയെടുക്കുന്നൊരു പ്രത്യേക മെത്തേഡാണ്. ഇത് ഞാൻ കണ്ടിട്ടില്ല. ഇത് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു കുക്കിംഗ് തന്നെ ഞാൻ കാണുന്നത്. പുള്ളിയുടെ ഒരു സ്പെഷ്യാലിറ്റി കുക്കിംഗാണിത്. അതുപോലെ തന്നെ നിങ്ങൾ ഇതെല്ലാം വീഡിയോയിൽ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക്സ് കമൻ്റായിട്ട് തന്നെ ഇടണം. അതുപോലെ ഇത് നമ്മളെ പഠിപ്പിച്ചത് നാരായണചേട്ടൻ്റെ വലിയൊരു താങ്ക് യു തന്നെ. അപ്പം നമുക്ക് ഇനി അടുത്ത ലൊക്കേഷൻ, അടുത്ത പുതിയ ഫുഡ്, അടുത്ത കുക്കിംഗ് ക്ലാസ് ആയിട്ട്